ഹായ്! എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അതും ഇവിടെ നല്ല മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഒത്തിരി വർഷമായി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മഞ്ഞിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. എല്ലാ വർഷവും മഞ്ഞ് പെയ്യുമെങ്കിലും നമ്മൾ ഓരോ വർഷവും മഞ്ഞ് കാണുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു സംഭവം പോലെയാണ് തോന്നാറുള്ളത്. അപ്പൊ നമ്മളിവിടെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എല്ലാവരും കൂടിയിട്ട്. ഇതിപ്പോ ഒരു വീക്കെൻഡിലെ വിശേഷമാണ് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കില് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ എണീക്കുക. പിന്നെ മഞ്ഞും കൂടെ ആയതുകൊണ്ട് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൊക്കെ ആസ്വദിച്ച് പതുക്കെ എണീറ്റു. ഇനി നമ്മൾക്ക് എന്തായാലും രാവിലത്തെ പരിപാടികളൊക്കെ നോക്കാം. രാവിലത്തെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഡയറക്റ്റ് ലഞ്ച് ഉണ്ടാക്കാന്നുള്ളത്. കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പൊ നമ്മള് ചോറും കറിയും തന്നെയാണ് ഉണ്ടാക്കുന്നത്. നാടൻ ഒരു ഊണാണ് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നേരത്തെ തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ട് രാത്രി വെളിയിലിരുന്നാലും വലുതായിട്ട് കേടൊന്നും വരില്ല. പിന്നെ വീക്കെൻഡിലാണ് തുണിയലക്കൽ പരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ എന്തായാലും അത് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി നമ്മുടെ കിച്ചൺ പണികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ഇൻസ്റ്റന്റ് പോട്ടിൽ ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം തൊട്ട് പിന്നെ എല്ലാം എളുപ്പമായിട്ട് കിട്ടും. നമ്മൾക്ക് അതിന്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ സാധാരണ വെള്ളം നിറയെ വെക്കും. അതിന്റെ ആ ഒരു വാട്ടർ ലെവൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും വെള്ളം നിറച്ചതിന് ശേഷം ഒരു മിനിറ്റ് ആണ് ഞാൻ വെക്കാറുള്ളത് റൈസ് മോഡിൽ. അപ്പം അത് വെച്ച് കഴിയുമ്പം കറക്റ്റ് ഓഫായി കഴിയുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അടുക്കളയിൽ എല്ലാവരും കാണാം. അടുക്കളയിൽ മാത്രമല്ല, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മുട്ട വേവിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു ഏട്ടൻ. ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴൊന്നും ജാനൂട്ടി എണീറ്റിട്ടില്ല. ജാനൂട്ടി എണീക്കണതിന് മുന്നേ മാക്സിമം പണികളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട്. വിക്കിയും അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇനി കറി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇന്ന് കൂർക്ക ഉപ്പേരിയും അതുപോലെ തക്കാളിയുടെ ഒരു കറിയും, തക്കാളിയും പരിപ്പും കൂടിയിട്ടൊരു കറിയുണ്ട്. നമ്മുടെ പാലക്കാടൻ സ്പെഷ്യലാണ്. അപ്പം അത് ഉണ്ടാക്കാന്ന് വിചാരിക്കണത്. നമ്മുടെ കൂർക്ക പിന്നെ ഇവിടുത്തെ ഫ്രോസൺ കൂർക്കയാണ് കിട്ടുക, അറിയാലോ. അപ്പൊ അത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. ചെറുതായിട്ട് മുറിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഓൾറെഡി അവർ മുറിച്ചിട്ടാണ് പാക്കറ്റിൽ വെക്കുകയെങ്കിലും അത് വലിയ വലിയ പീസസ് ആയിരിക്കും. അപ്പൊ അത് അത്ര രസം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ പീസസ് ആക്കിയിട്ട് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ഉപ്പും ചേർത്തിട്ട്. തക്കാളി ഫ്രിഡ്ജിൽ വെക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തോ തക്കാളി ഫ്രിഡ്ജിലാണ് വെക്കുക. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരുമോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട്. അപ്പോഴേക്കും ജാനൂട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തായാലും തക്കാളിയും പിന്നെ ഒരു സവാളയുടെ കുറച്ച് പകുതിയും വേണം. ബാക്കി പകുതി ഏട്ടന് മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമായിരുന്നു. അപ്പൊ അതും കൂടിയിട്ട് അരിയാണ്. ഈ തക്കാളിക്കറിയൊക്കെ പണ്ട് ഒട്ടും ഇഷ്ടമല്ലാണ്ടിരുന്ന കറിയായിരുന്നു. ഒരുപാട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരുമ്പോഴൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കറികളോടൊക്കെ ഇഷ്ടം കൂടുതൽ തുടങ്ങിയത്. കാരണം അവിടെ ഒന്നും ഇങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ. ഈ കറി പിന്നെ ഏട്ടനും ഇഷ്ടമാണ്. ഇതൊരു തമിഴ്നാട് സ്റ്റൈലല്ല, എന്നാൽ പോലും ഈ ഒരു കറിയോട് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ച് ആ ഒരു ശീലം ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം നമ്മളിത് കൂർക്ക വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസസ് കണ്ടപ്പോൾ വീണ്ടും അതിനെ ചെറുതാക്കുമായിരുന്നു. സൈഡിലൂടെ ഏട്ടൻ്റെ പാചകം കൂടെ നടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു മുട്ടയാണ്. ഇങ്ങനെ സവാളയും അതുപോലെ പച്ചമുളക്, തക്കാളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർക്കാം. ഇന്ന മസാല എന്നുള്ളതൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഗരം മസാല, കുരുമുളക് പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്ത് ജസ്റ്റ് സിമ്പിളാണ്. എന്നിട്ട് വേവിച്ച മുട്ട ഉണ്ടല്ലോ അത് ഇതിനകത്തിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു ഒരു മുട്ടത്തോരൻ പോലെ അല്ലെങ്കിൽ മുട്ട മെഴുക്ക് പുരട്ടി പോലെയൊക്കെ ആവും. ഉപ്പും കൂടെ ഇടാൻ മറക്കരുത്. പിന്നെ നമ്മുടെ തക്കാളി കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് ആ ഫ്രോസൺ ആണല്ലോ കിട്ടുക. അപ്പം അതാണെങ്കിൽ ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ ആക്കിയില്ലെങ്കിൽ അരയ്ക്കുമ്പം നമ്മൾക്കിങ്ങനെ തേങ്ങ വേറെ എണ്ണ വേറെ അങ്ങനത്തെ രീതിയിലായിരിക്കും കിട്ടുക. അതുമാത്രമാണ് ഇവിടെ ഒരു കഷ്ടമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം പെട്ടെന്ന് കറി ഉണ്ടാക്കുമ്പം ഇന്ന് തേങ്ങ അരച്ച് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കുറച്ച് ആവശ്യമുള്ളത് എടുത്തിട്ട് അതൊന്ന് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം പിന്നെ അരച്ചെടുക്കുക ചെയ്യുക.
പിന്നെ തക്കാളി കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പായിരുന്നു കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വെന്തതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിടുക. ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് തേങ്ങയും ജീരകവും കൂടെ ചേർത്തിട്ടാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇത് തക്കാളി ഒന്ന് വെന്തതിന് ശേഷം അരപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി ഇട്ടതല്ലേ ഉള്ളൂ, അധികം ടൈമൊന്നും എടുക്കില്ല വേവാൻ. എന്നാലും കുറച്ച് നേരം ഒന്ന് അതെല്ലാം സോഫ്റ്റ് ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മൾക്ക് കൂർക്കുപ്പേരി ഉണ്ടാക്കാം. കൂർക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ കൂർക്ക നേരാക്കാൻ മടിയായിട്ട് നാട്ടിലെല്ലാവരും ഇത് അധികം ഉണ്ടാക്കാറ് പോലും ഇല്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾക്ക് ഇത് ക്ലീൻ ചെയ്യേണ്ട ആ ഒരു ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഫ്രഷ് ടേസ്റ്റ് ഈ കൂർക്കയ്ക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ഫ്രോസൺ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ തെളിച്ച് ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കുക. എന്നിട്ട് ഇനി വീണ്ടും തിളപ്പിക്കണം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ കൂടെ ആയിട്ട് കടുക് താളിച്ച് കൂട്ടുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നാടൻ ഊണ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ മഞ്ഞൾക്ക് നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ആളുകൾ വന്നിട്ടുണ്ടാവും. അപ്പം ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അപ്പം അവർ ക്ലീൻ ചെയ്യായിരുന്നു. അപ്പം ഞാൻ എന്തായാലും നമ്മളിന്ന് വ്ളോഗ് എടുക്കുന്ന ദിവസമായതുകൊണ്ട് അതും കൂടിയിട്ടൊന്ന് ക്യാപ്ചർ ചെയ്താണ്. ഇത്തവണത്തെ മഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നിയ സമയത്തൊക്കെ ആയിരുന്നു. മഞ്ഞൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് പ്രതീക്ഷിക്കാതെ മഞ്ഞൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊരു വീക്കെൻഡ് ഷോപ്പിംഗ് കൂടിയിട്ട് ഉണ്ടാവുമല്ലോ എപ്പോഴും. അപ്പോൾ ഇത് ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ് പോകുന്നത്, ഇവിടുത്തെ പട്ടേൽ ബ്രദേഴ്സിലോട്ട്. വെയിലൊക്കെ കാണുമ്പോൾ തോന്നും ഭയങ്കര ചൂടായിരിക്കുമെന്ന്. പക്ഷേ ഈ സൂര്യനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. മഞ്ഞ് കാലത്ത് ഭയങ്കര തണുപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഇവിടുത്തെ ഈ ഒരു പട്ടേൽ ബ്രദേഴ്സിലോട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണ്. അവിടെ കയറുമ്പോൾ തന്നെ ഫ്രഷ് ഫ്ലവേഴ്സും അതുപോലെ വെറ്റില ഇലയൊക്കെ ഉണ്ടല്ലോ, വാഴയില, അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം വലിയൊരു പട്ടേൽ ബ്രദേഴ്സാണ്. അടുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ കാണാൻ എന്ത് രസമല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇന്ന് കുറച്ച് പച്ചക്കറിയും അതുപോലെ ബാക്കിയുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെയാണ് വേണ്ടത്. നല്ല ഫ്രഷ് പുളി ഉണ്ടല്ലോ, പച്ച, അത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ മുളപ്പിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഇനി മുളപ്പിക്കാനൊക്കെ ടൈം കിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കട്ട് ചെയ്ത പീസസ്സാണ്. നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ ഇത് ഇവിടെ സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഒരു സാധനത്തിന് വേണ്ടി ഒരുപാട് തേടി നടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ ഒരു സാധനമാണ് നമ്മൾ സാമ്പാറിലിടുന്ന പരിപ്പിൻ്റെ ആ ഒരു ഫ്രഷ് ഐറ്റം. പണ്ട് വീട്ടിലൊക്കെ ഇതിൻ്റെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചുമ്മാ ഇങ്ങനെ ചെടിയിൽ നിന്ന് പറിച്ചിട്ട് അതിൻ്റെ ആ പരിപ്പ് കഴിക്കും, നല്ല ടേസ്റ്റാണ്. ആ പച്ച പരിപ്പ് തന്നെ, പരിപ്പല്ല, ആ ഒരു പീസ് പോലെ ഇരിക്കും, ഗ്രീൻ പീസ് പോലെയൊക്കെ. ആ സംഭവം നമ്മൾ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കും, നല്ല രസമാണ്. ഞാൻ ഒരു തവണ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് വെറുതെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. ആ ഒരു പരിപ്പിനെ ഉണക്കി അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ സാമ്പാർ പരിപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴൊന്നും ആരുടെയും വീട്ടിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ആ ഒരു തോരപ്പയറിൻ്റെ ചെടിയൊന്നും. പക്ഷേ എനിക്കൊന്ന് ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ കട ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് യൂസ് ചെയ്യും തോന്നുന്നു, ഗ്രീൻ പീസൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ. പിന്നെ ഇവിടെ കപ്പ, അത് തേങ്ങ, അതുപോലെ പലതരം ചീരയൊക്കെ ഇപ്പം ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ ഇവിടുത്തെ ഫ്രഷ് ഐറ്റംസ് ചപ്പാത്തിയൊക്കെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്കുള്ള കറികളും സൈഡിലുണ്ട് ഫ്രഷായിട്ട് വേണമെങ്കിൽ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇഡ്ഡലിയും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, ഇഡ്ഡലി, ചട്നി, സാമ്പാറൊക്കെ. പിന്നെ ഇതാ ഈ ഫ്രഷ് കിച്ചണിൽ നിന്ന് ഒരുപാട് സ്നാക്സ് ഐറ്റംസൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തെടുക്കാം. ഇത് ഇവിടെ തന്നെ പേ ചെയ്ത് നമ്മളെടുത്ത് കഴിക്കുകയും ചെയ്യാം. കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു പുതിയ പതിതാറിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ. ആക്ച്വലി ഇതാണ് ഫസ്റ്റ് വന്നത്. അപ്പം ഇത് കണ്ടപ്പോഴും പതിതാറും പട്ടേലും ഒക്കെ ഒരേപോലെ തോന്നി ശരിക്കും പറയുകയാണെങ്കിൽ. ഇവിടെ പിന്നെ ഇങ്ങനെ വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഐറ്റംസാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുക, എന്ന് വെച്ചാൽ പട്ടേലിൽ. പക്ഷേ നമ്മുടെ കേരള ഐറ്റംസൊക്കെ കിട്ടണമെങ്കിൽ പതിതാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഉണ്ടാവും, കുറേ ബ്രാൻഡ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ ഒരു ക്യാബേജും അതുപോലെ കോളിഫ്ലവർ, പിന്നെ ഉഴുന്ന്, പിന്നെ പച്ചമാങ്ങ,
സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേമിയ ഉണ്ടല്ലോ, റാഗിയുടെ സേമിയ, ഇതൊക്കെ ഇപ്പോൾ ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. പാല്, ലോട്ടസ് സീഡ്, വഴുതിനിങ്ങ, അതുപോലെ ഒരു കുക്കീസും തേങ്ങയും ചേനയും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ദോശമാവും, ചീര, പച്ചമുളക്, പിന്നെ മുളക് പൊടിയും കുറച്ച് സ്നാക്സ് ഐറ്റംസും, അതുപോലെ ചപ്പാത്തി, തേങ്ങ, പയറ്, കറിവേപ്പില, പിന്നെ വെണ്ടയ്ക്ക, അച്ചാർ, അതേപോലെ തന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ നാടൻ ഓറഞ്ചൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ അരി പിന്നെ ഒന്ന് കഴിയണതിന് മുന്നേ തന്നെ ഒരെണ്ണം സ്റ്റോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചില സമയത്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊന്ന് വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോട്ടെ. ഇതിപ്പം രാത്രിയാണ്. ഡിന്നറിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും കിച്ചണിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ഈ കിച്ചണായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. പീനട്ട് ബട്ടർ ജെല്ലി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിക്കിയാണ് അവിടെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവൻ്റെ കാര്യങ്ങൾ കൂടുതലും അല്ലാതെ തന്നെ കിച്ചണിലാണെങ്കിലും എല്ലാ സംഭവങ്ങളും അവന് വേണ്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ തിരക്കായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അവൻ തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇപ്പോൾ ജാനൂട്ടി വരെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മളും കൂടെ നിൽക്കും, എന്നിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഒരു സൈഡിൽ പീനട്ട് ബട്ടറും അതുപോലെ ഒരെണ്ണത്തിൽ ജാമും കൂടിയിട്ട് തടവിയിട്ട് അതങ്ങനെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ മിക്കിക്ക് ഈ ഒരു ജാം ഉള്ളത് ഇഷ്ടം, പക്ഷേ ജാനൂട്ടിക്ക് ജാം ഇല്ലാതെയാണ് കൊടുക്കുക. ബ്രെഡിൽ പീനട്ട് ബട്ടർ മാത്രം ഇട്ടിട്ടാണ് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ ബ്രെഡിനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചൺ എല്ലാവരും കൂടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്ലേ ഗ്രൗണ്ടും കൂടിയിട്ട് ആവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വല്ലപ്പോഴൊക്കെയാണ്, അതായത് വീക്കെൻഡ്സിലാണ് കൂടുതലുണ്ടാവുക. അല്ലാത്ത സമയത്ത് വിക്കി തിരക്കായിരിക്കും, സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പം നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പിന്നെ രാവിലെ വേറെ പണിയില്ല. അപ്പോൾ നമ്മൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പം ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ് എടുക്കുന്നത്. ആപ്പിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇടാം. പിന്നെ ബ്ലൂബെറി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ചിയാ സീഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇടുക, എന്നിട്ട് പാലൊഴിക്കുക. അതിൽ ചിയാ സീഡ്സ് എപ്പോഴും സോക്ക് ചെയ്ത് വെക്കണം. ഒന്നുമില്ലേ അപ്പം കഴിക്കാനാണെങ്കിൽ അത് ഓൾറെഡി ഒന്ന് വെള്ളത്തിലോ പാലിലോ ഇട്ടിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നാളത്തേക്ക് ആയതുകൊണ്ട് പാലിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കണം. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലോട്ട് പാലൊഴിച്ചതിന് ശേഷം ഓട്സും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ബ്ലൂബെറിയും, പിന്നെ നമ്മൾക്ക് ആപ്പിളും കുറച്ച് ഇതിപ്പോൾ തേനാണ്. ഈ തേനിങ്ങനെ കട്ടി പിടിച്ചിരിക്കുകയാണ്, അത് ഒഴിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. അപ്പോൾ അതിനെ ഞാൻ തല തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ്. കുറച്ചെങ്കിലും ഇങ്ങനെ അറ്റത്ത് വരുമ്പോൾ ഈസി ആയിട്ട് ഒഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ബദാമും കൂടിയിട്ട് കുറച്ച് പൊടിച്ചതിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, അതിങ്ങനെ കവർ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ദിവസം എടുത്ത് കഴിക്കുക. നല്ല ടേസ്റ്റാട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ ഓവർനൈറ്റ് ഓട്സിൻ്റെ ഫാൻ. ഇതിപ്പം അടുത്ത ദിവസത്തെ അവസ്ഥയാണ്. അപ്പം ഞങ്ങളിവിടെ ഫുള്ളൊന്ന് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. രാത്രി മുഴുവൻ മഞ്ഞൊക്കെ പെയ്തതിന് ശേഷം. അപ്പോൾ എന്തായാലും ഇന്നൊരു മഞ്ഞ് വ്ളോഗല്ലേ, അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് ചേർക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞ് സമയത്ത് രാവിലെ ഒരു എക്സസൈസാണ് ഈ ഒരു മഞ്ഞ് നീക്കൽ. ഇവിടെ ആണെങ്കിൽ നമ്മൾ ആ വണ്ടി വന്ന് എല്ലാം ക്ലീനാക്കും, റോഡ് സൈഡ് എല്ലാം ക്ലീനാക്കും. പക്ഷെ നമ്മുടെ കാറിൻ്റെ ഭാഗം കാറില്ലെങ്കിലാണ് അവരവിടെ ക്ലീനാക്കുക. ഇപ്പം കാറുള്ള സമയത്ത് അവർക്ക് ആ ഒരു വണ്ടി കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാറിൻ്റെ അടുത്ത്, കാറ് പുറത്ത് പോകണമെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയേ പറ്റുള്ളൂ എന്തായാലും. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ആ ഒരു ചെറിയ പാത്ത് വേ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടിയിട്ട് ക്ലീൻ ആക്കണം. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ വണ്ടി മൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന് നമ്മുടെ ആ പാർക്കിംഗ് സ്പേസ് എല്ലാം ക്ലീൻ ആക്കി തരും. പിന്നെ അതിന് മുൻപ് തന്നെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഇറങ്ങി ക്ലീൻ ആക്കണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാവരും പരസ്പരം കാണുന്നത് തന്നെ ഈ ഒരു മഞ്ഞ് സമയത്താണ്. മഞ്ഞിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ഒക്കെ പറയാറുള്ളത്. കാരണം അത്രയും ബാക്കിയുള്ള സമയത്തൊന്നും ആരും പുറത്തും കൂടെ ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. ഇറങ്ങുകയാണെങ്കിൽ തന്നെ അവരവരുടെ ആവശ്യത്തിന് ഇങ്ങനെ ഇറങ്ങി പോവുകയാണല്ലോ, വണ്ടി എടുത്ത് പോകുന്നതുകൊണ്ട് നമ്മൾക്ക് വലുതായിട്ടൊന്നും അവരെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ മഞ്ഞ് ടൈമിൽ അടുത്തടുത്തായിരിക്കുമല്ലോ എല്ലാവരും കാറുകളിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പോഴായിരിക്കും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു മഞ്ഞ് ദിവസം ഇവിടെ തീരാണ് കേട്ടോ. ഇനിയിപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടം വരെ ക്ഷമയോടെ കണ്ടതിൽ. ബൈ. നമ്മളുടെ കാറ് ഡേർട്ടി ആയോ?
സ്നോ കാരണമാണോ? സ്നോ ഡേർട്ടി അല്ലല്ലേ, സ്നോ അല്ലേ അത്?